പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിന്റെ 18-ാം തീയതി ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ ദുഃഖത്തിന്റെ 3-ാം ദിവ്യരഹസ്യം ധ്യാനിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ ക്ഷണിക്കുകയാണ്. ഈശോയുടെ ശിരസിൽ ഒരു മുൾക്കിരീടം അണിയിച്ചുകൊണ്ട് യൂതന്മാരുടെ രാജാവേ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ പരിഹസിക്കുന്ന പട്ടാളക്കാർ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനം നമ്മൾ വായിക്കുന്നു. പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവന്റെ തലയിൽ വെച്ചു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ പറയുകയാണ്, ഈശോയുടെ ശിരസിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ മുള്ളുകൾ എന്ന് പറയുന്നത്, എന്റെ മക്കളെ, നിങ്ങളുടെ അഹന്തയാകുന്ന പാപമാണ്. മനുഷ്യന്റെ അഹങ്കാരം, അതിന് പരിഹാരം ചെയ്യാനായി ഈശോ അപമാനത്തിന്റെ മുൾക്കിരീടം അവിടുന്ന് സ്വന്തം ശിരസിൽ സ്വീകരിക്കുകയാണ്. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുക. ഇന്ന് ലോകത്തെ നയിക്കുന്നത് അഹന്തയാണ്. ഒരു വലിയ പരിധി വരെ സഭയിൽ പോലും, വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ പോലും ഈ അഹന്തയാകുന്ന പാപം ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. കുടുംബ ജീവിതത്തില് ഒന്ന് താഴ്ന്നു കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരില് എത്രയോ കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് നസ്രത്തിലെ തിരുക്കുടുംബത്തിലേക്ക് നോക്ക്. അവിടെ യോസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും ഈശോയും ഒക്കെ എത്രയോ എളിമയോട് കൂടിയിട്ടാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചല്ലോ. പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് മാലാഖ അഭിവാദനം ചെയ്തപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയവളാണ്. ഈശോ തന്നെയും ഗെത്സേമനിയിൽ പിതാവേ അങ്ങയുടെ തിരുവിഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഈശോയെ നമ്മൾ കാണുകയാണ്. സ്നേഹത്തോടു കൂടിയുള്ള കീഴ്വഴങ്ങൾ. വിശുദ്ധ യോസേപ്പ് പിതാവ് ആ ദൈവഹിതത്തിന് കാതോർത്തുകൊണ്ട് സ്വപ്നം കണ്ട വിശുദ്ധ യോസേപ്പ് പിതാവ് ദൈവഹിതത്തിന് തന്നെ സമർപ്പിക്കുകയാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ അഹന്തയാകുന്ന പാപം മൂലം ഒരുപാട് ദൈവം നമുക്ക് വേണ്ടി മുൾക്കിരീടം അണിയുന്നു. അവിടുത്തെ ശിരസിൽ നിന്നും രക്തം ധാരധാരയായിട്ട് അവിടുത്തെ മുഖത്തു കൂടി ഒഴുകുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് അഹന്തയാകുന്ന പാപത്തെ ഉപേക്ഷിക്കാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു. എളിമയുള്ളവരായി ഈശോയുടെ ശിരസിൽ സ്നേഹത്തിന്റെ ദളങ്ങൾ കൊണ്ടുള്ള ആ കിരീടം നമുക്ക് അണിയിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ നല്ല ജീവിതത്തിലൂടെ, എളിമയുടെ ജീവിതത്തിൽ ഒരിക്കലും പിശാചിനിടമില്ല. കാരണം അങ്ങനെയുള്ള ദൈവത്തിന്റെ ഒരു മകൻ ദൈവത്തിന്റെ വലിയ സംരക്ഷണത്തിലാണ്, സ്നേഹവലയത്തിലാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിശാച് ഒരിക്കലും ആധിപത്യം സ്ഥാപിക്കില്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൊക്കെ ഈ അഹങ്കാരം മൂലം ദൈവത്തിന് കീഴ്വഴങ്ങാതെ, അവിടുത്തെ തിരുഹിതത്തിന് കീഴ്വഴങ്ങാതെ, അവിടത്തേക്ക് എതിരായിട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, പ്രിയമുള്ളവരെ, നമ്മളും ഈശോയുടെ ശിരസിൽ മുൾക്കിരീടം നമ്മൾ അവിടുത്തെ ധരിപ്പിച്ചുകൊണ്ട് കൂർത്ത മുള്ളുകൾ അവിടുത്തെ ശിരസിലേക്ക് ആഴ്ന്നിറങ്ങാൻ നമ്മൾ ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് മാപ്പ് അപേക്ഷിക്കാം. അതുമൂലം ഈശോ ഒരുപാട് വേദനിക്കുന്നു. നമ്മളെ കുറിച്ച് ഓർത്ത്, ഇന്നത്തെ ലോകത്തെ കുറിച്ച് ഓർത്ത് ഈശോ ഒരുപാട് വേദനിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും അതിനെ ഓർത്ത് വേദനിക്കുകയാണ്. അമ്മ നമ്മോട് പറയുകയാണ്, എന്റെ പ്രിയ മക്കളെ, നിങ്ങളുടെ സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും അൻപോരിമയുടെയും ഒക്കെ ജീവിതം മൂലം എന്റെ പുത്രൻ നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് രക്തം ഒഴുക്കുകയാണ്. ശിരസിലൂടെ അവിടെ നിന്ന് ഒഴുകുന്ന രക്തം അപമാനത്തിന് മുൾക്കിരീടം ധരിച്ചുകൊണ്ട് നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവിടുന്ന് തന്നെ എളിമപ്പെടുത്തി. നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് എളിമയുള്ളവരായിരുന്നുകൊണ്ട് ഈശോയെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പ്രിയമുള്ളവർ, ഈ ഒക്ടോബർ മാസത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇതിന്റെ അപ്പുറത്ത്, ആവർത്തിച്ചു ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്കപ്പുറത്ത് ഈ രക്ഷാകര രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലൊക്കെ ഒരുപാട് തിരസ്കരണങ്ങള്, ഒറ്റപ്പെടലുകള് ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ശിരസിൽ നമ്മളും മുൾക്കിരീടം അണിയേണ്ടി വരും. ആഴമായ മുള്ളുകൾ നമ്മുടെ ശിരസിൽ പതിയുമ്പോൾ വേദനിക്കുന്ന അനുഭവങ്ങള്, പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരുന്ന തിരസ്കരണം, പല അഹങ്കാരത്തിന്റെ മുള്ളുകൾ നമ്മളിൽ ആഴ്ന്നിറങ്ങുമ്പോൾ ഒരുപാട് നമ്മളും അപമാനിക്കപ്പെടുകയും നമ്മൾ ഒരുപാട് വേദനിക്കപ്പെടുകയും രക്തമൊഴുകുകയും ചെയ്യേണ്ട അവസ്ഥകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരും. ഈ അവസ്ഥകളിലൊക്കെ ഈശോയുടെ മുഖത്തേക്ക് നോക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞില്ലേ, ഈശോയുടെ തിരുമുഖം ധ്യാനിക്കലാണ് ഈ ജപമാല പ്രാർത്ഥന എന്നത്. പരിശുദ്ധ അമ്മയുടെ ജപമാല എന്ന ആ അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത് അതാണ്. ഈശോയുടെ ആ തിരുമുഖം പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെ
ആ പരിശുദ്ധാമ്മയുടെ ഹൃദയത്തിലൂടെ നമ്മൾ നോക്കി കണ്ടുകൊണ്ട് ധ്യാനിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ കരുത്തുള്ളവരായിട്ട് മാറാൻ, നമ്മുടെ പാപജീവിതം ഉപേക്ഷിക്കാൻ, കർത്താവിനെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ നല്ല ജീവിതം വഴി എളിമയിലൂടെ, പ്രത്യേകിച്ച് വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ എളിമയിലൂടെ കർത്താവിനെ ആശ്വസിപ്പിക്കാൻ, അവിടുത്തെ നമുക്ക് ആശ്വസിപ്പിക്കാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.